നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്താണ്, അല്ല അവർ പുറമേ കാണിക്കുന്നത് എന്താണ്, നമുക്ക് രണ്ടും നോക്കാം. ഓക്കെ, നമുക്ക് അവരുടെ മനസ്സറിയാം. ആദ്യം അവർ പുറമേ കാണിക്കുന്ന എടുക്കാം, എന്നിട്ട് മനസ്സിലുള്ള എടുക്കാം. ഓക്കെ, നിങ്ങൾ പുറമേ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് അവരെന്താണ് എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് സീ, അവരുടെ ഫീലിങ്സ്, അവരുടെ തോട്ട്സ്, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ആക്ഷനുകൾ നിങ്ങളോട് എന്താ കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് അതിന് ശേഷം നമ്മൾ അവരെ ഡീപ്പ് മനസ്സിലുള്ള ഹിഡൻ സീക്രട്ട് എന്ന് പറയുന്നില്ല, അവരുടെ മനസ്സിലുള്ള ചിന്തകൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പുറമേ കാണിക്കുന്നത് ടെമ്പറൻസ് കാണിക്കുന്നുണ്ട്. ഇതിലെ ഈ ഡെക്കില് വേൾഡ് അല്ലേ, ഇത് വേൾഡ് കാർഡ്, 8 of Wands, Ace of Swords, 9 of Pentacles. ഓക്കെ, അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അവരുടെ പുറമേ എന്താ കാണിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ എടുത്തത്. ഓക്കെ, ലെറ്റ്സ് സീ. ഇനി അവരുടെ മനസ്സിലുള്ള കൂടി എടുത്തേക്കാം. പറയാം ഫീലിങ്സ്, ഡീപ്പ് ഫീലിങ്സ് അവരുടെ. ഓക്കെ ഓക്കെ, വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, അത്രയും മനോഹരമായൊരു കാർഡ് ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ അടുത്ത് ഐ തിങ്ക് ഒരു ലേശം അകന്ന് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഒരു സെപ്പറേഷൻ എന്ന് വിളിക്കുന്നില്ല, സെപ്പറേഷൻ അല്ല ഇവിടെ, ബട്ട് ഒരു അകൽച്ചയുണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഐ തിങ്ക് ഓക്കെ ആണ്. വല്ലപ്പോഴൊക്കെ ഒന്ന് കോണ്ടാക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മേ ബി ഒരു നിങ്ങൾ വിചാരിക്കുന്നത്ര ഫാസ്റ്റ് അല്ല കാര്യങ്ങൾ എന്ന രീതിക്കും ആവാം. മേ ബി അവർ ഒരു ഡിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്. സോ ഇവിടെ എവിടെയോ നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആ രീതിക്ക് മാത്രമായിരിക്കും സംസാരം. ഒരു ഇമോഷണൽ രീതിയിലല്ല, വളരെ ലോജിക്കലായിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട് മാത്രം അവർ സംസാരിക്കുക. ഇവിടെ നിങ്ങൾ തമ്മിൽ നിങ്ങളെ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. ഐ തിങ്ക് അതിലൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങോട്ട് ഇല്ല. 6 of Pentacles അല്ല, ബട്ട് എന്നാലും എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തെന്ന്. സോ നിങ്ങൾ തമ്മിലൊരു ഇപ്പോൾ ബാലൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു അകൽച്ചയുമുണ്ട്, ഒരു ഡിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. സോർട്സ് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ ആ ഒരു ഇമോഷണൽ എലമെന്റിന്റെ കുറവാണ്. അതായത് നമ്മൾ പറയില്ലേ, വളരെ സ്നേഹത്തോടെയോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഓക്കെ, ഇവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് മാത്രം സംസാരിക്കുക. അതിൻ്റെ ഇവിടെ 9 of Pentacles ആണ്. സോ നിങ്ങൾക്ക് തോന്നുന്ന പേഴ്സൺ ശരിക്കും നിങ്ങളുടെ അടുത്ത് മാറി അവർ തനിച്ച് നിൽക്കുന്ന പോലെയാണ് നിങ്ങൾക്ക്. അതായത് അവർ വേറെ, നിങ്ങൾ വേറെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില സമയത്ത് ശ്രമിക്കുന്നുണ്ടാവാം. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക്. ഓക്കെ, എവിടെയോ പേഴ്സൺ അവർ ഒരു കൺട്രോൾ വെച്ച് നിൽക്കുന്നതാണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ ഒരു സോഫ്റ്റ് സൈഡ് ഒന്നും കാണിക്കുന്നില്ല. അവർ അവനവനെ തന്നെ ഇങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന പോലെയാണ്, ഒന്നിങ്ങനെ പിന്നോട്ട് വലിക്കുന്ന പോലെ കൺട്രോൾ ചെയ്യുക. അതായത് നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് വരണം, എല്ലാം ആഗ്രഹം കാണുന്നുണ്ട്. പക്ഷെ അവനവനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് പുറത്ത്. മേ ബി നിങ്ങളോട് പറയുന്നുണ്ടാവാം വരാന്നൊക്കെ, പക്ഷെ അവർ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, അവരൊന്ന് സ്വയം ബാക്ക് ആവുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. പേജ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ സംസാരിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങളോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, പേജ് ഓഫ് സോർട്സ് എനർജി, ക്യൂരിയോസിറ്റി ഉണ്ട് അവർക്ക് വേണം, നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല അവർക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു പുറകോട്ടൊരു മാറി നിൽക്കലും കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഡീപ്പ് ഫീലിങ്സ് ഹിഡൻ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 of Pentacles ആണ്. ജഗ്ലിംഗ് ഉണ്ട് ലേശം. ഓക്കെ, അവരുടെ മനസ്സൊന്ന് കൺഫ്യൂസ്ഡ് ആണ്, ഇതെന്താ ചെയ്യേണ്ടത് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പുറകോട്ട് വലിക്കാം. സോ ആ ഒരു കൺഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഒന്ന് മേ ബി അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവും, അതിൻ്റെ ആയിരിക്കാം, ജഗ്ലിംഗ് ആയിരിക്കാം. ഇന്റേണൽ ജഗ്ലിംഗ് എന്നും പറയാം മനസ്സിൽ. ഓക്കെ, അവർ വേണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ, സംസാരിക്കണോ വേണ്ടേ, മാറി നിൽക്കണോ വേണോ, ആ ഒരു കൺഫ്യൂഷൻ്റെ കാര്യമായിരിക്കാം. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. പക്ഷെ അവർക്ക് വേണം നിങ്ങളെ.
ഓക്കെ, മനസ്സിൽ അവർ ശരിക്കും നിങ്ങളോട് വളരെ സ്റ്റേബിൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഒരു നിങ്ങളുടെ ലൈഫിൽ അവരെ ലൈഫിൽ നിങ്ങളൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന വ്യക്തിയാണ്. ഓക്കെ, അവർക്ക് വളരെയധികം ശരിക്കും നമ്മൾ പറയില്ല, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ്. ആക്ച്വലി ഇത് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടൊക്കെ പറയുമ്പോഴുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം വന്ന 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അത്രയും ഫാമിലി പോലെ നിങ്ങളെ കാണുന്നു. ഓക്കെ, ഒരു ഫാമിലി ആയിട്ട് വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, നിങ്ങൾ തമ്മിൽ ഫാമിലി ആയിട്ട് വേണം, അല്ലെങ്കിൽ ഫാമിലി പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അത്രയും ഹാപ്പിനെസ് ആണ് അവർ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇന്റേണലി മനസ്സിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഇവിടെ കിങ് ഓഫ് കപ്സും ഉണ്ട്, പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രയും ലൈക്ക് ഫീലിങ്സ് ആണ് അവരുള്ളിൽ വെച്ചിട്ടുള്ളത്. ഈ പുറമേ കാണിക്കുന്ന ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സംസാരിക്കുന്നില്ല, വ്യക്തി മാറി നിൽക്കുന്നു, കൺട്രോൾ വെക്കുന്നു, അവർ തന്നെ ഒരു റിലേഷൻഷിപ്പേ അല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് ഉള്ളിൽ അത്രയും ഫീലിങ്സ് ആണ് കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്ക് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്, വളരെ ഇഷ്ടമാണ്, സ്നേഹം, ഇഷ്ടം എല്ലാം ഉണ്ട്. നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളുടെ കൂടെ വേണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഒന്നും തുറന്ന് പറയുന്നില്ല. അതിനിവിടെ എംപ്രസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളെ അത്രയും ലൈക്ക് എന്താ പറയുക, ഒരു അബണ്ടന്റ് വ്യക്തി. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളത് തന്നെ അവർക്കൊരു സന്തോഷം കൊണ്ടുവരുന്നു, സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു, അവരുടെ ലൈഫ് വളരെ മനോഹരമാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട്. ശരിക്കും ആ ഒരു നിങ്ങളെ ഒരു ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിക്ക് എടുക്കാം. ആ രീതിക്കാണ് അവർ കാണുന്നത്. പക്ഷേ ഇവിടെ മുഴുവൻ ഫാമിലി കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് ശരിക്കും. ഓക്കെ, അതൊക്കെ ഫാമിലിയാണ്. സോ ഒരു ഫാമിലി റിലേഷൻ അങ്ങനത്തെ ആ രീതിക്ക് തന്നെയാണ് അവർ കാണുന്നത്. എൻ്റെ ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ്. അഗെയിൻ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി എത്ര കപ്സാണ് വന്നിരിക്കുന്നത് നോക്കൂ. സോ പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളെയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇമോഷണലി സന്തോഷം കൊണ്ടുവരുന്നതും നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ, സോഡ് എനർജിയിലാണ് നിൽക്കുന്ന വ്യക്തി. അതായത് കാണിക്കുന്നത് മുഴുവൻ ഒരു റഫായിട്ട് ഭയങ്കര ഇങ്ങനെ ഒരു സ്നേഹമില്ല ഉള്ളിൽ എന്ന രീതിക്കാണ് പ്രകടിപ്പിക്കുന്ന മുഴുവൻ. നിങ്ങളുമായിട്ട് ശരിക്കും എഫേർട്ട് ഇട്ട് ഒന്നിച്ച് നമ്മൾ പറയില്ലേ, ഒന്നിച്ച് നമ്മൾ എഫേർട്ട് ഇട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പുറമെ ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഉള്ളിൽ ഇത്രയും സ്നേഹം വെച്ചിട്ട് പുറമെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ. എന്താണ് തടസ്സം എന്ന രീതിക്ക് എന്തോന്ന് അങ്ങനെ കൂടി എനിക്ക് എടുക്കാൻ തോന്നി. ലെറ്റ്സ് സീ, എന്താണ് തടസ്സം നിങ്ങളുടെ ഇടയിൽ? ടവർ, 2 ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ്, ഡെവിൾ കാർഡ്, ഓ മൈ ഗോഡ്, ഡെവിൾ, ലവേഴ്സ്, ഓക്കെ, 8 ഓഫ് സോർഡ്സ്, ഓ മൈ ഗോഡ്. ഓക്കെ, എല്ലാം കുറേ നെഗറ്റീവ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് തേർഡ് പാർട്ടിയിലായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം. ടവർ കാർഡാണ്, 2 ഓഫ് സോർഡ്സ് ഉണ്ട്. അതായത് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തായിരിക്കാം. ഓക്കെ, നിങ്ങളെ അവർ വേദനിപ്പിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും വേദനകൾ വന്നത് അങ്ങനത്തെ ആയിരിക്കും. കാരണം ഇവിടെ ഡെവിൾ ഉണ്ട്. എനിക്കിതൊന്നും കാണിക്കാൻ പറ്റില്ല കാർഡ്സ്, അതുകൊണ്ടാണ് എങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഈ ഡെവിൾ ഉണ്ട്, ലവേഴ്സ് കാർഡ് ഉണ്ട്, ആൻഡ് 8 ഓഫ് സോർഡ്സ് ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ എന്തിലോ പെട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി ആയിരിക്കും. അതിപ്പോൾ ഫാമിലി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി ഇഷ്യൂസ്, വേറെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇത് നല്ല റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, ഒരു കാർമിക് സിറ്റുവേഷനിൽ എന്തെങ്കിലും പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ എടുത്താൽ മതി, നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, മേ ബി അവർക്ക് ചില എന്തെങ്കിലും ഇഷ്യൂസ് അവരുടെ ലൈഫിൽ വന്ന് കാണാം. ടവർ മൊമെന്റ് കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതായിരിക്കാം മുമ്പ്. അതായത് ഈ തേർഡ് പാർട്ടിയെ പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ ഇടയിൽ വന്നതായിരിക്കും. അപ്പം അവർക്ക് അറിയാം ദറ്റ് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടുമായിരിക്കാം. ആൻഡ് ഇവിടെ ഡെവിൾ എനർജിയും ലവേഴ്സ് എനർജി രണ്ടും കൂടി വന്ന സ്ഥിതിക്ക് വെരി സ്ട്രോങ്ലി ഒരു തേർഡ് പാർട്ടി എനർജി, ഒരു കാർമിക് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും വന്നാൽ എന്തായാലും ഓക്കെ. എന്താണ് ഇവിടെ അവർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഡിസ്റ്റൻസ് എന്തുകൊണ്ടാണ്? വാവ്. പക്ഷെ ഡിസ്റ്റൻസ് എന്തുകൊണ്ടായാലും ശരി, ഓക്കെ, നമുക്ക് കാർമിക്ക് വന്നു കഴിഞ്ഞു, അവരെന്തിലേക്കോ പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടു. ബട്ട് ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ ജെന്യുവൻ ആണ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് വാൻസ് ആണ്. നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിച്ചത് ബ്ലോക്കേജ് ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ അതല്ല വന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ ഹിഡൻ ആണ്. ഓക്കെ, ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ, ആ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഹിഡൻ ആയിരുന്നു. മേ ബി അവരുടെ ചില അഡിക്ഷൻസ് ആയിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്തോ തരത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വേദനിപ്പിച്ചതിൻ്റെ റിഗ്രറ്റ് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്. മേ ബി അതിനുശേഷം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരണം എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അതായത് അവർ തന്ന വേദന
അവർക്കറിയാം നിങ്ങൾ എത്രത്തോളം വേദനിച്ചു വിഷമിച്ചു എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, അപ്പം നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട്, പക്ഷെ അവരുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. ഏസ് ഓഫ് വാൻസിന് നിങ്ങൾ തമ്മിലൊരു പുതിയ വീണ്ടും ഒരു നല്ലൊരു ബന്ധം പുതിയതായിട്ട് തുടങ്ങണം എന്ന രീതിക്ക് അവർക്കുണ്ട്. പക്ഷെ എവിടെയോ അവരുള്ളിൽ അവർ വിചാരിക്കാം മേ ബി ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇനി ഞാൻ അടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാലോ എന്ന രീതിക്കൊക്കെ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഓൾറെഡി വേദനിപ്പിച്ചു എന്നുള്ളൊരു റിഗ്രറ്റ് ആയിരിക്കാം. യെസ്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്, വീണ്ടും 2ന്റെ എനർജി വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തോ മിസ്റ്റേക്കോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവിടെ എടുത്തു ചാടി അവരെന്തോ ചെയ്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു റാഷ് ആയിട്ടൊരു കാര്യം നടന്നിട്ട് എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തോ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട് എനിക്ക്. ആൻഡ് ഇവിടെ ആക്ച്വലി ഒരു ക്വീൻ ഓഫ് സോർട്സ് എനർജി. യെസ്, വേറൊരു തേർഡ് പാർട്ടി ആവാം, ഫാമിലി ആവാം, ഈവൻ. ഓക്കെ, ഫാമിലി ആയിരിക്കാം, വർക്ക് പ്ലേസിൽ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഇടയിൽ വേറെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ഫാമിലി തന്നെ ആയിരിക്കും. ഓക്കെ, മേ ബി മാരീഡ് സിറ്റുവേഷൻ ആവാം കുറച്ച് പേർക്ക്. സോ അങ്ങനെ ഒരു ചില കാര്യങ്ങളിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് അവർ പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ മേ ബി അത് അത്ര വേഗം എൻഡ് ആവുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഒരു കാർമിക് സിറ്റുവേഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു റിഗ്രറ്റ് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച വെക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും. ഓക്കെ, സോ മേ ബി അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കില്ല, അല്ലേ? അങ്ങനെ ആയിരിക്കാം. ബട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് ജെനുവിൻ ആണ്, അത് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. അസെൻഡിങ്, സെൽഫ് ഇൻഡൾജൻസ്, ലവ് കോൾ, ഹീലിംഗ് ഹാർട്ട്, ഹെൽത്തി ചോയ്സസ്. വാ, എല്ലാം പോകണം. യെസ്, തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹാമർ, ഇതേ 10 ഓഫ് സോർട്സ് എനർജി വീണ്ടും വന്നു. സോ യെസ്, അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചിരുന്നു. അവർ തേർഡ് പാർട്ടി എനർജിയിൽ പോയിരുന്നു. സെഡക്ഷൻ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഒരു അട്രാക്ഷനിൽ പെട്ടിട്ട് വേറൊരു ഒരു ടെംപ്ടേഷൻ. ഓക്കെ, അവരുടെ ലൈഫിൽ ഇങ്ങനെ അയച്ച സമയത്ത് ഇങ്ങനെ മനസ്സിങ്ങനെ ഒരു ഇതായിപ്പോന്ന് പറയില്ലേ, ആ രീതിക്ക് തീർച്ചയായിട്ടും അവരൊരു അങ്ങനെ ഒരു ടെംപ്ടേഷനിൽ അവർ പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വിട്ട് കാണാം, കാരണം ഇവിടെ എനിക്ക് മാറ്റം കാണുന്നുണ്ട്, അസെൻഡിങ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തന്നെ ശരിക്കും ഇവിടെ റിലേഷൻഷിപ്പിനെ കഴിവരുത്തി നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫേസ് ചെയ്യാൻ ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ അവർ മാറി ചിന്തിക്കുന്നുണ്ട്, ഹെൽത്തി ചോയ്സസ് ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്തി ചോയ്സസ് പറഞ്ഞാൽ കഴിക്കുന്ന കാര്യത്തിലല്ല, അത് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ കാര്യത്തിൽ അവരൊന്ന് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഈ ഇങ്ങനെ ഇനി മറ്റുള്ള അട്രാക്ഷനിൽ പോവാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അല്ലെങ്കിൽ അവർ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളെ അവർ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്ന അവരുടെ ലൈഫിൽ നല്ലത് എന്താണോ അതിനെ അവർ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവർക്കറിയാം തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ അസെൻഡിങ് കാണുന്നുണ്ട്. സോ ലേണിംഗ് ആൻഡ് എക്സ്പാൻഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണലിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട്. ചില ലെസൺസ് ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കും പഠിക്കുക. അതാണ് കാർമിക് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്. സോ കാർമിക് ആണെങ്കിൽ അവിടുന്ന് ചില ലെസൺസ് അവർ പഠിക്കാനുണ്ടാവും. ആ ലെസൺസ് അവർ പഠിക്കുന്നുണ്ട്, അവരിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. സെൽഫ് ഇൻഡൽജൻസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യൂ. ഇപ്പോൾ തൽക്കാലം സെൽഫ് ലവ് ചെയ്യൂ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കൂ, പേഴ്സൻ്റെ പുറകിൽ ചേസ് ചെയ്ത് പോവാതിരിക്കുക. തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് ഇത്തിരി മാറി നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പിന്നെ വാലിഡേഷന് പോവാതിരിക്കുക. ഓക്കെ, സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ബട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, ഒരു ഡിസ്റ്റൻസ് നിങ്ങളായിട്ട് വെക്കാൻ പഠിക്കാം. ഓക്കെ, ഇവിടെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ നിങ്ങൾ ഹീൽ ചെയ്യുക, നിങ്ങൾ ആദ്യം അവനവനെ ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് വേദനകൾ ഒരുപാട് വന്നിട്ടുണ്ട്, നിങ്ങളെ പേഴ്സൺ ചീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ശരിക്കും അറിയുമെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് കാണും. സോ നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ട ടൈമാണിത്. ഓക്കെ, ഓക്കെ, ഇവിടെ ലവ് കോൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കും, എക്സ്പ്രസിങ് ലവ് എന്ന് കാണുന്നുണ്ട്, മെസ്സേജസ് ഓഫ് ലവ്, തിങ്കിങ് ഓഫ് യു, ഇൻഫോമിങ് യു. ഓക്കെ, നിങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഹീലിംഗ് ഹാർട്ട്. യെസ്, ഇപ്പം നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് മാറും. ഓക്കെ, നിങ്ങളുടെ വിഷമങ്ങൾ മാറും ഫ്യൂച്ചറിൽ. ഓക്കെ, ബട്ട് ഈ പേഴ്സൺ ഈ ചേഞ്ചസ് വരണം ആദ്യം, അല്ലേ? അവർ ഹെൽത്തി ചോയ്സസിലേക്ക് വരാൻ തുടങ്ങണം. തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടെംപ്ടേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ഇടയിൽ എന്താണോ തടസ്സം അതൊക്കെ മാറ്റിയിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനത്തെ അവർ എന്താണ് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം എന്നവർ തിരിച്ചറിയാൻ തുടങ്ങണം. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു മാറ്റം വരിക. സോ അതിന് പക്ഷേ സമയം എടുത്തേക്കാം. സോ ഗിവ് ഇറ്റ് ടൈം. ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ, ചേഞ്ചസ് ഉണ്ട്, പക്ഷെ അതിൻ്റെതായ ചിലപ്പോൾ സമയം എടുക്കും, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. എനിവേ ഇവിടെ ഹീലാവും ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബെറ്റർ ആകും എന്നാണ് എനിക്ക് കാണുന്നത്. സോ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവർ മെസ്സേജസ് കാണുന്നുണ്ട്. അവരായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചു, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരാൻ അവർക്ക് ഒരു
എന്ത് ഇത് വെച്ച് വരുന്നു പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരല്പം ഡിസ്റ്റൻസ് വെക്കുന്നത്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്താ പറയുക, തെറ്റ് എന്നാൽ സമ്മതിക്കുമോ അതുമില്ല അല്ലേ. ഓക്കെ, തെറ്റ് സമ്മതിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അവരൊരു അകൽച്ച വെച്ച് നിന്നാൽ ഇങ്ങനെ അങ്ങനെ പോട്ടെ. കാരണം നിങ്ങളെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതും, അതുകൊണ്ട്. ബട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ ചോയ്സസ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരല്പം നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, പേഴ്സൻ്റെ പിന്നാലെ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി കുറച്ച് ഇരിക്കാം. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.